എന്തൊക്കെയായിരുന്നു തള്ളൽ? കൂറ്റനാട്ടിൽ നിന്ന് അപ്പം ഉണ്ടാക്കി തൃശ്ശൂർ വഴി എറണാകുളത്ത് കൊണ്ടുപോയി വിറ്റ് ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങാനിരുന്ന അപ്പം ഗോവിന്ദൻ യൂറോപ്പിനെ കവിക്കുന്ന വികസനം കണ്ട കാരണഭൂതം. കേരളയിൽ വരും കേട്ടാ, 25,000 കോടിയെങ്കിലും വെട്ടുകയായിരുന്നു ഉദ്ദേശ്യം. ഒരു മഞ്ഞക്കുറ്റിയിട്ട വകയിൽ 100 കോടിയിലധികം അടിച്ചുമാറ്റി. ഒരു കല്ലിന് 5,000 രൂപ നിരക്കിൽ. നേരം ഇരുട്ടി വെളുത്തപ്പോഴേക്കും നിസ്സഹായരായ പാവപ്പെട്ട ഓട്ടുകുത്തികളുടെ അടുക്കളയിൽ വരെയായിരുന്നു മഞ്ഞക്കുറ്റി നാട്ടിയത്. വസ്തു വിൽക്കാൻ പറ്റുമോ? പണയം വെക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. കാരണം ഇതെല്ലാം കേരളിൻ്റെ അധീനതയിലാക്കി. ഇത്രയും ദ്രോഹം ചെയ്ത ഒരുവനുണ്ടോ? ആരായിരുന്നു പിണുൽ സിംഗ്? ഇത്രയും ശാപം ഏറ്റുവാങ്ങിയ ഒരു ഭൂതം കേരളത്തിൽ മറ്റാരുണ്ട്? കേരളയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. ഇവിടെ വരിക തന്നെ ചെയ്യും. ഒരു നില മെട്രോ, മേലെ നില കേരളയിൽ വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്.